നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക്. BDJSന്റെ ഇരട്ടവേഷം, ഇരട്ടത്താപ്പ് പാർട്ടിയിൽ തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അതുവഴി BJPയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. BDJSലെ 90% പ്രവർത്തകരും SNDPയിലുള്ളവരാണ്. SNDP യോഗം സർക്കാരിന്റെ വനിതാ മതിലിനൊപ്പവുമാണ്. എന്നാൽ NDAയുടെ ഭാഗമായ BDJS മതിലിനെതിരെ അയ്യപ്പ ജ്യോതിക്ക് അനുകൂലമായി നിലയുറപ്പിക്കേണ്ടവർ. പക്ഷേ ഇരട്ടവേഷം മൂലം അതിന് BDJSന് സാധിക്കുന്നില്ല. യോഗത്തെയും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെയും യോഗം വൈസ് പ്രസിഡന്റും മകനുമായ BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് തള്ളിപ്പറയാനും കഴിയുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഈ ആശയക്കുഴപ്പം BDJS നേതാക്കളുടെ പ്രസ്താവനകളിലും നിഴലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അയ്യപ്പ ജ്യോതിയിൽ താനടക്കം നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തുവെന്ന് വ്യക്തമാക്കി BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിത്രങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഇതിനുദാഹരണമാണ്. വനിതാ മതിലിൽ താൻ പങ്കെടുക്കില്ലെന്നും അതിനെ തുറന്നെതിർക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു ഒരു വിഭാഗം. വനിതാ മതിലിന്റെയോ അയ്യപ്പ ജ്യോതിയുടെയോ കാര്യത്തിൽ BDJS ഒരു നിർദ്ദേശവും ഔദ്യോഗികമായി നൽകിയിട്ടില്ലെന്നും രാഷ്ട്രീയ പ്രവർത്തനവും സമുദായ പ്രവർത്തനവും രണ്ടായി കാണണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അയ്യപ്പ ജ്യോതിയിൽ താനടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. എന്നാൽ നിരവധി പേർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തുവെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു. ആശയക്കുഴപ്പം രൂക്ഷമായതോടെ തുഷാർ വെള്ളാപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ വിശദീകരണ വീഡിയോയും ഇട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വനിതാ മതിൽ ശബരിമലയ്ക്കെതിരാണെങ്കിൽ പങ്കെടുക്കില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കുന്നതിനെ ആരും വിലക്കിയിട്ടില്ല. SNDP യൂണിയന്റെയും BDJSന്റെയും നേതാക്കളും പ്രവർത്തകരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. താൻ പങ്കെടുക്കാത്തത് NDAയുടെ പൊതു തീരുമാനം ഉണ്ടാകാതിരുന്നതുകൊണ്ടാണ്. മതിലിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ല. പോകുന്നവർക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഏതായാലും BDJSന്റെ ഈ ഇരട്ട നിലപാട് BJP നേതൃത്വത്തെ ചെറുതായൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ജ്യോതിയിൽ നിന്ന് വിട്ടുനിന്നുവെന്ന തരത്തിലുള്ള തുഷാറിന്റെ നിലപാടിനോടുള്ള പ്രകടമായ നീരസം BJP സംസ്ഥാന പ്രസിഡന്റ് പലപ്പോഴായി പ്രതികരണത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. സാമുദായിക പാർട്ടിയെന്ന് വിലയിരുത്തിയിട്ടുള്ളതിനാൽ BDJSുമായി സഖ്യത്തിനും ബന്ധത്തിനും ഇല്ലെന്ന് CPM മുൻപ് വ്യക്തമാക്കിയതാണെങ്കിലും മതിലിന് അവർ സഹകരിക്കുമെന്ന വ്യാഖ്യാനം മുന്നണി ബന്ധത്തിനൊരു തുടക്കമാണോ എന്ന സംശയങ്ങളും ഉയർന്നു വരികയാണ്. INLനെയും കേരള കോൺഗ്രസുകളെയും എല്ലാം ഇടതുമുന്നണി വരവേറ്റത് BDJSനോടുള്ള സ്വാഗതമാണെന്നും മൃദു സൂചനയുമാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. ഏതായാലും ഇതെല്ലാം BJPയുമായുള്ള ബന്ധത്തെ ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. BDJSന്റെ ഭാവി, NDAയിലെ ഭാവി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം.